ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. വെൽക്കം ബാക്ക്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമാണെന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാ, ഞങ്ങളും റാഹത്തായിട്ട് പോകണം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പം നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഞാൻ 2 ദിവസമായി കേട്ടോ കൂട്ടുകാരെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കാരണം എന്താ വെച്ചാൽ ഇടാൻ പറ്റാത്ത ഓരോ സാഹചര്യം, അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. അങ്ങനെ റമളാൻ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഞാനുണ്ടാക്കുന്നത് പുട്ടും ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളയൊക്കെ തെളിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂട്ടത്തിൽ ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. അപ്പം കൂട്ടുകാരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക, എന്നെങ്കിൽ നമ്മളെ സർപ്രൈസ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഞാനിത് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ച് കൊടുത്തിക്കണേ. വെളിച്ചെണ്ണ വെച്ച് സവാള ഇട്ട് വഴറ്റുകയാണ് കേട്ടോ. ഗായ്സ്, നമ്മൾ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതാ ഇന്ന് CH പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി പൊടിയാണ്. ഞങ്ങൾ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ ഈ CH പുട്ടുപൊടി തന്നെയാണ് ഉണ്ടാക്കൽ. അങ്ങനെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ മുമ്പേ ഞാൻ അത് കുതിർത്തി വെക്കലാണ് കേട്ടോ. കാരണം കുതിർത്തി വെക്കുമ്പോൾ ഇതിങ്ങനെ കുതിർന്ന് വരുമ്പോൾ പുട്ടുപൊടി ഒന്നും കൂടി എന്താ പറയുക അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്.
അങ്ങനെ നമ്മൾ പുട്ടും ചിക്കൻ കറിയൊക്കെ റെഡിയായി. അപ്പം ഉമ്മാക്ക് പുട്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ, ഉമ്മാക്ക് ഗ്യാസ് കാരണം പുട്ടും ഉമ്മാനോട് കഴിക്കരുത് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി അരിപ്പൊടി മിക്സ് ആക്കിയിട്ടുള്ള അപ്പം ചുട്ടെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പുട്ടും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കേണ്ട ഇടയിൽ നമ്മളെ കാക്കുവിൻ്റെ ഒരു ഫോൺ കോൾ കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ കാക്കു പറയുന്നുണ്ട് ഞാനൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ, അത് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ് എന്താ ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ എങ്ങനെയാലും കാക്കു പറയാൻ കൂട്ടാക്കണില്ല. അപ്പോൾ എന്താ വെച്ചപ്പോൾ ഞാൻ വന്നിട്ട് കാണാൻ ഞാൻ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ എത്തുന്നാട്ടോ കാക്കു പറഞ്ഞത്. അപ്പോൾ കണ്ടോ, ഇതാണ് ഗൈസ് നമ്മളെ സർപ്രൈസ്. കാക്കു കുറച്ച് കാലമായിരുന്നു ഈ സംഭവം എടുക്കണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ബുള്ളറ്റ് നമ്മളെ അടിപൊളി സാധനമാണ്. കാരണം നമ്മളെ കയ്യിൽ പൾസറേനും അതുമേ എനിക്കും സുട്ടൂനും പാടെ ഇരുന്ന് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് ഇരിക്കാൻ തന്നെ സത്യം പറയുകയാണെങ്കിൽ സീറ്റ് കമ്മിയേനും. അത് കാരണം അന്നേനെ കാക്കു പറയുന്നുണ്ട്, അപ്പേ പറയുന്നുണ്ട് നമുക്കൊരു ബുള്ളറ്റ് എടുക്കണം. അപ്പം കാക്കു നമ്മളെ ആഗ്രഹം സാധിപ്പിച്ചു, അൽഹംദുലില്ലാഹ്. അത്ര പെട്ടെന്ന് ഈ സാധനം ഇറക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളെ കാക്കു തന്ന അടിപൊളി സർപ്രൈസാണിത്. അപ്പോൾ സുട്ടൂനെയും കൊണ്ട് ഒരു പുറത്തേക്കൊന്ന് പോവുകയാണ്. Puccina, puccina.